നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രനും വിശ്വവും കൂടെ ആഹാരം കഴിക്കാതിരിക്കണ സമയത്ത് രാജേഷ് പറഞ്ഞു, അതെ പെണ്ണുങ്ങളൊന്നും ഇപ്പൊ ഇരിക്കണ്ട, പെണ്ണുങ്ങൾ പിന്നെ ഇരുന്നാ മതി. പാറു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മേ? ഋതുചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, നേരത്തെ കാലത്ത് ആഹാരം കഴിക്കണം. ഇന്ദ്രൻ പറഞ്ഞു, ആ അത് ശരിയാ. എടാ ഇപ്പൊ നിങ്ങൾ കഴിച്ചാ മതി. നിങ്ങളുടെ മനസ്സും വയറും നിറയണം, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ ചടങ്ങിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആദ്യം നിങ്ങൾ കഴിക്കാൻ പറയണം. ഒടുവില് ഋതുവും പാറും കൂടെ വിളമ്പി കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു, ഇങ്ങനെയാടാ വിളമ്പി കൊടുക്കുന്നേ? ആ സാമ്പാറും തോരനും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്ക. എടാ നന്നായിട്ട് കഴിക്കടാ. ഇന്ദ്രൻ പറഞ്ഞു, ഇത് മതിയമേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായിട്ട് കഴിക്കണം. പാറു ഋതുവിനെ ഒന്ന് നോക്കി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവര് എഴുന്നേക്കാൻ ഒരുങ്ങണം. അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു, അതെ എഴുന്നേറ്റോ, വയറും മനസ്സുമൊക്കെ നിറഞ്ഞല്ലോ അല്ലേ? നിറഞ്ഞു. ഇല എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രനോട് രാജേഷ് പറഞ്ഞു, എടാ അതവിടെ വെക്കടാ. അതെന്താ? അതവിടെ വെക്ക് എന്ന് പറഞ്ഞു. നിങ്ങൾ എഴുന്നേറ്റോളം പറയണം. അങ്ങനെ അവരങ്ങ് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനോടും പാറുവിനോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം. കഴിക്കാനോ? ആ ഇലക്കകത്ത് ചോറിട്ട് കഴിക്കാൻ. ഈ ഇലക്കകത്തിട്ട് കഴിക്കാനോ? അമ്മ എന്ത് നോൺസെൻസ് വർത്താനാ പറയണേ? എച്ചിലാണോ ഞാൻ തിന്നണ്ടേ? എന്നെ കൂടെ പറ്റില്ല എന്ന് പറയാം. എച്ചിലയോ? ഭർത്താവിന്റെ ഇലക്കകത്തിട്ട് കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? ഇലക്കകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ഋതുവിന് എന്തോ പോലെ തോന്നി. പായസമൊക്കെ ഇങ്ങനെ കുഴച്ചു മറിച്ചിട്ടേക്കുക ഇന്ദ്രന്. അതുപോലെ തന്നെ വിശത്തിന്റെ ഇലയിൽ അവിടെ എവിടെയും ചോറ് ഇതെല്ലാം ആയിട്ട് ഇരിക്കുക. പാറു പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല അമ്മയെന്ന് പറയണം. നിന്നെ കൊണ്ട് പറ്റില്ലെന്നോ? പിന്നെ ഈ എച്ചിലക്കകത്ത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഋതു പാറുവിനോട് ചോദിച്ചു, നീ കഴിക്കുവോ? ഞാൻ കഴിക്കും, പക്ഷേങ്കില് അമ്മ അതിനകത്തിട്ട് കഴിക്കൂന്ന് പറയണം. ഇലക്കകത്തിട്ട് അമ്മ കഴിക്കും. ആ സമയം രാജലക്ഷ്മി രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഋതു പറഞ്ഞു, ബാ പാറു എന്ന് പറഞ്ഞുകൊണ്ട് പാറിനെ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. വിശ്വം ഇന്ദ്രൻ എങ്ങനെ നിൽക്കുകയാണ്. രാജലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു, എടാ കണ്ടില്ലേ അവളുമാര് പോയത്? അവളുമാരെ പോയി വിളിച്ചോണ്ട് വാടാ, എങ്കിലോ കർമ്മങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. പോയി വിളിച്ചോണ്ട് വരാൻ പറയാണ്. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്ത് പാറു ചെന്നിട്ട് ഋതുവിനോട് പറഞ്ഞു, ചേച്ചി ഇത് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ തോന്നേ? എനിക്കിതൊന്നും പുത്തരിയല്ല, ഈ തള്ളയുടെ സ്വഭാവമൊക്കെ ഞാൻ നേരത്തെ കണ്ടോളാം. ഋതു പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് എച്ചിലല്ല കഴിപ്പിക്കണം, നമ്മളെന്താ പട്ടികളാണോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അവരുടെ കുറെ ആചാരങ്ങളുമായിട്ട് വന്നിരിക്കുന്നു, എന്നെ അതിനൊന്നും കിട്ടത്തില്ല. അപ്പോഴേക്കും ഇന്ദ്രനും വിശ്വം കൂടെ വന്നു. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഋതു നീ എന്തെടുക്കുക? അങ്ങോട്ടേക്ക് ഇറങ്ങി വാ, വന്ന് കഴിക്കാൻ പറയണം. ഇതെന്താ ചിത്ത ഇങ്ങനെ? നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എന്നെ കൂടെ പറ്റില്ല എന്ന് പറയണം. നീ എന്ത് വർത്താനാ പറയണേ? അപ്പോഴേക്കും പാറു പറഞ്ഞു, ദേ ഇന്ദ്രേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ആരും കഴിക്കാൻ വരുന്നില്ല, അല്ലെങ്കിലും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ആരുടെ എച്ചിൽ എല്ലാം കിടക്കുന്നവരൊന്നും അല്ല. ഋതു ചേച്ചിയും വരത്തില്ല. ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല ആ തള്ളയ്ക്ക്. ഉണ്ടായിരുന്നു ആ തള്ള ഇങ്ങനെ കാണിക്കോ? എടി നീ ഒറ്റ എഴുത്തി ഇതിനെല്ലാം കാരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കേണ്ട. നീയോ അവളുമായിട്ട് ചേർന്നിട്ട് എന്ത് എന്ത് മനസ്സിലായെന്ന ഇന്ദ്രേട്ടന്? പിന്നെ ഒരെണ്ണങ്ങ് ഇട്ട് തന്നാണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് പാറുവിന് നേരെ കൈ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും ഋതു ഇടയ്ക്കിലേക്ക് കയറി, ഇത് ചിത്തേ കാര്യം ഇച്ചിരി അങ്ങോട്ട് നീങ്ങി എന്നിട്ടുള്ള കളിയൊക്കെ മതി. ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. അതിനുള്ള അർഹതയും കാര്യങ്ങളൊന്നും ചിത്തിനില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ, നീ എന്താ ഋതു പറയണേ? പിന്നെ പാറിന്റെ ദേഹത്ത് കൈവെക്കാനായിട്ട് ചിത്തനാരാ അധികാരം തന്നെ? വിശ്വ ഒന്നും മിണ്ടാ നിൽക്കുക. വിശ്വത്തിനടുത്ത് എന്നിട്ട് ഋതു പറഞ്ഞു, നാണമില്ലേടാ മൂക്കിന് താഴെ മീശം വളർത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്? ആണാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യയുടെ ദേഹത്ത് മറ്റൊരുത്തം കൈ വെക്കുന്ന കണ്ടിട്ട് നോക്കി നിൽക്കുവാണ് നീ. വിശ്വ ഒന്നും മിണ്ടാ നിൽക്കുക. എടാ ആണാണെങ്കിൽ ഇതിനെ പ്രതികരിക്കണം, അതാ ചെയ്യണ്ടേ. അതിപ്പോ ചേട്ടനാണെങ്കിൽ ആരാണെങ്കിലും ശരി. ഇത് കേട്ടോണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എടി നീ കുടുംബം കുളം തോണ്ടാനാണോ? എടാ വിശ്വ, അവൾ അങ്ങനെയൊക്കെ പറയും, പെണ്ണുങ്ങൾ ഇങ്ങനെ പലതും പറയും, നീ അതൊന്നും കേൾക്കണ്ട. നിന്റെ ചേട്ടനാ അത്. ചേട്ടൻ എന്ന് പറയാൻ അച്ഛന്റെ സ്ഥാനം കൊടുക്കേണ്ടതാ. അപ്പോഴേക്കും ഋതു പറഞ്ഞു, ഇനിയിപ്പൊ അച്ഛന്റെ സ്ഥാനം കൊടുക്കേണ്ടതാണെങ്കിലും ശരി, സാക്ഷാൽ അച്ഛനാണെങ്കിലും ശരി, ഇതുപോലത്തെ പരിപാടിയെ കാണിച്ചാണ്ടല്ലോ സ്വന്തം ഭാര്യയുടെ നേർക്ക് കൈ പോയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കർണം അങ്ങ് തല്ലി പൊടിച്ചോണം. അതാ ചെയ്യണ്ടേ, അല്ലാതെ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് കേട്ടപ്പം വിശ്വ ഒന്ന് പാറുവാൻ നോക്കി. പാറുവാണ് ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഇവളോ എല്ലാത്തിനും കാരണം. ആ സമയത്ത് വിശ്വം ഇന്ദ്രനോട് പറഞ്ഞു, ചേട്ടനും കൂടെ മാറി നിൽക്കുക. എന്താടാ മാറില്ലേ? നീ എന്നെ തല്ലുവോ? ചിലപ്പം നടന്നെന്നിരിക്കും. അതും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് അവര് കയ്യാങ്കളിയായി. അപ്പോഴേക്കും രാജലക്ഷ്മി ഒന്ന് ഇടയ്ക്കിലേക്ക് കയറി. ഋതുവും പാറും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിന്നു. അവരിന്ന് കളി കാണുവാണ്. അങ്ങനെ അങ്ങ് നടക്കട്ടെ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. രാജേഷ് വന്നിട്ട്, ഓഹ് ദൈവമേ, കുടുംബം കുളം തോണ്ടില്ല, പെണ്ണുങ്ങൾ വന്നിട്ട് എടാ മാറി നിൽക്കടാ, നിങ്ങൾ തല്ലുണ്ടാക്കലെന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ രാജലക്ഷ്മിക്കിട്ട് നല്ല ഒരെണ്ണം കിട്ടി. രാജലക്ഷ്മി ഇട്ടാ പൊത്തോന്നും പറഞ്ഞിട്ട് ആ ബെഡിലേക്ക് വീണു.
രാജലക്ഷ്മിക്ക് ബോധം പോകുന്നവർ തോന്നി. അപ്പോഴേക്കും ഇന്ദ്രനെ വിശ്വസിച്ചു. എന്താമ്മ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യായെന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അവിടെ കിടക്കുക. നല്ലൊരു ഇടിയാണ് രാജലക്ഷ്മിക്ക് കിട്ടിയത്. രാജലക്ഷ്മിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് സമാധാനമായി. അതേസമയം പല്ലവി കോളേജിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന സമയത്താണ് പല്ലവിയുടെ മുന്നിലേക്ക് രാഹുൽ വരുന്നത്. അപ്പൊ തലേ ദിവസം അവന്റെ മൊബൈലാണ് പല്ലവി മേടിച്ചു വെച്ചിരുന്നത്. അവന്റെ അമ്മ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് മൊബൈൽ കൊടുത്തു വിട്ടെ. അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എന്താ ടീച്ചറേന്ന് വിളിച്ചു. ടീച്ചറെന്നോ? ഇന്നലെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിളിച്ചേ. അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയ ടീച്ചറെ. എന്തിയെ നിന്റെ കൂട്ടുപ്രതികൾ എന്തിയെ? അതെ, എനിക്കിപ്പോഴെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെ. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നല്ല കഥയായി. പുതിയ അടവായിട്ട് വന്നായിരിക്കും അല്ലേ? അപ്പോഴേക്കും അവൻ പെട്ടെന്ന് പല്ലവിയുടെ കാലിലേക്ക് അങ്ങോട്ട് വീണു. എന്നോട് ക്ഷമിക്കും ടീച്ചറെ. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഞാനിത് ആവർത്തിക്കില്ല. പല്ലവി പറഞ്ഞു എന്താ കാണിക്കുന്നത്? നട റോഡാണ്. റോഡ് സൈഡിൽ നിന്നിട്ടാണ്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എഴുന്നേക്കെന്ന് പറഞ്ഞ് രാഹുലിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ശരിക്കും പറഞ്ഞ ടീച്ചർ എൻ്റെ ജീവിതം രക്ഷിച്ചേ. എൻ്റെ അമ്മ ഇന്നലെ ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അമ്മ അങ്ങനെ ചെയ്യുകയും ചെയ്തേനോ. എൻ്റെ അമ്മയുടെ ജീവിതം ടീച്ചർ രക്ഷിച്ചേ. ഒരു പക്ഷെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നെങ്കിലോ? ടീച്ചർ പറഞ്ഞുകൊണ്ടല്ലേ വേണ്ടാന്ന് വെച്ചേ. അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ടീച്ചറോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക്. ഞാനിനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൂട്ടുകാരെയും കൂടെ നന്നാക്കാൻ നോക്കണം. നീ അവന്മാരെന്തിയെ? ഞാൻ അവന്മാരോട് പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീച്ചറെ വീട്ടിൽ ചെന്ന് ടീച്ചറിന്റെ അനുജത്തിയോടും ചേട്ടനോടും ഒക്കെ ഈ കാര്യങ്ങൾ പറയണട്ടോ. ഞാൻ സോറി ചോദിച്ചെന്ന്. ഞാൻ പറഞ്ഞോളാം. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. കണ്ട അഴുക്ക് കൂട്ടുകെട്ടുകളൊന്നും പെടാതെ. അങ്ങനെ പല്ലവി ഒരു ഉപദേശമൊക്കെ കൊടുത്തു വിടുകയാണ്. അതിനുശേഷം പല്ലവി വീട്ടിലേക്ക് വന്ന് അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സത്യമാണോ പല്ലവി ചേച്ചി? അവൻ മാപ്പ് പറഞ്ഞു. അതെ, നിന്നോട് സേതുവേട്ടനോടൊക്കെ പറയാൻ പറഞ്ഞു. ഇത് കേട്ടോണ്ടത് സേതു പറഞ്ഞു ആഹാ, പല്ലവി അങ്ങനെ ഒരാളെയും കൂടെ നന്നാക്കിയില്ലേ? അത് സേതുവേട്ട, കുറെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതല്ലേ ഞാൻ. അപ്പൊ എനിക്ക് അറിയാൻ സാധിക്കും കുട്ടികളുടെ മനസ്സെന്താന്ന്. അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു തവണയൊക്കെ നമുക്ക് ക്ഷമിച്ചു വിടാവുന്നുള്ളൂ. ഒരുപക്ഷെ ഞാൻ ആ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തായിരുന്നെങ്കിൽ ആ അമ്മ ആത്മഹത്യ ചെയ്തേനാ. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര മനസ്താപം ആവൂലേ? സേതു പറഞ്ഞു അത് ശരിയാ. പല്ലവി കാരണം അല്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പോലീസ് വിളിച്ച് അവന്മാരെ പോലീസ് പിടികൂടിയെന്നൊക്കെ പറയാം. അവർക്ക് സന്തോഷമായി. ഇതേ സമയം രാജലക്ഷ്മി ഓർത്തി ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. രണ്ട് പെണ്ണുങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നീട് രാജലക്ഷ്മി അയ്യോ പൊത്തോന്നും പറഞ്ഞിരുന്ന് കരയുവാണ്. എന്റെ കാര്യം നോക്കാൻ ആരുമില്ലേ? എനിക്കൊരു ഗ്ലാസ് ചായയുടെ വെള്ളം എടുത്തു തരാൻ ഇവിടെ ആരുമില്ലേന്നും പറഞ്ഞ് ഇന്ദ്രനും വിശ്വം ഋതുവും പാറും ഒക്കെ അങ്ങോട്ട് എന്താ കാര്യം? എനിക്ക് തീരെ മേല. പക്ഷെ ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? ആ കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും അത് അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ഇപ്പൊ എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആരുമില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ഋതുവിനും പാറുവിനും മനസ്സിലായി അടവാന്നുള്ള കാര്യം. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ഇപ്പൊ എന്താ വേണ്ടേ? എടാ എത്രയും പെട്ടെന്ന് ആ കർമ്മങ്ങളൊക്കെ നടത്തണം. തിരുമേനി പറഞ്ഞ കർമ്മങ്ങള്. ഓ അതാണോ? അതിനിപ്പോ എന്താ, നമുക്ക് കർമ്മങ്ങളൊക്കെ നടത്താം. എടാ അതിന് നിന്റെ ഭാര്യമാര് സമ്മതിക്കുവോ? ഭാര്യമാരെ കൊണ്ടൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം അല്ലേടാ വിശ്വം എന്ന് പറഞ്ഞു. ഒടുവിൽ രാജലക്ഷ്മി സന്തോഷത്തോടെ അങ്ങോട്ട് പോയി ഏറ്റെന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും പാറു പതുക്കെ ഋതുവിനോട് പറഞ്ഞു കണ്ടില്ല തള്ളയുടെ അടവും അഭ്യാസവും നമുക്കിട്ടുള്ള പണി തരാനായിട്ടാ. അതെ, അവര് കർമ്മം നടത്തട്ടെ. അവരുടെ ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ മാറ്റി കൊടുത്തിട്ടുള്ളൂ. അവർക്കൊട്ടൊരു പണി കൊടുക്കുക എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.